നമ്മൾ നിൽക്കുന്നത് വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഭക്ഷണശാലയിലാണ്. ഏകദേശം 10 മണിക്ക് ഭക്ഷണ ക്രമീകരണങ്ങൾ തുടങ്ങി. ഏകദേശം UP, HS, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെല്ലാം തന്നെ നമ്മുടെ സമീപപ്രദേശത്തുള്ള കുളക്കട വിദ്യാഭ്യാസ ഉപജില്ലയിലേക്കുള്ള എല്ലാ സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് ധാരാളമായി എത്തിച്ചേർന്നിട്ടുണ്ട്. കഴിഞ്ഞ കലോത്സവ മാമാങ്കത്തിൽ പങ്കെടുക്കാനായി ഇന്നലെ ഏകദേശം 1200 വിദ്യാർത്ഥികൾ മാത്രമാണ് ഭക്ഷണത്തിലായിരുന്നെങ്കിൽ ഇന്ന് ഏകദേശം 4000-ൽ പരം ഭക്ഷണത്തിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഈ കലോത്സവത്തിൻ്റെ പ്രധാന ഒരു ഭാഗം തന്നെയാണ് ഇത്രയും വിദ്യാർത്ഥികൾ നാടിൻ്റെ പല ഭാഗത്തിൽ നിന്ന് ഇത്രയും കുട്ടികൾക്കുള്ള ഭക്ഷണം ഒരുക്കുക എന്നുള്ളത്. ഏറെ കഠിനമായ പ്രയത്നം കൂടിയാണ്. ഏകദേശം 4000-ഓളം കുട്ടികൾക്കുള്ള ഭക്ഷണ ക്രമീകരണങ്ങളുടെ എല്ലാ രീതിയിലും അറേഞ്ച് ചെയ്തിട്ട് കുട്ടികളുള്ള വെള്ളമായതിനു ശരി പായസത്തോടുകൂടിയുള്ള നാടൻ സദ്യ ആണ് എല്ലാവർക്കും വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അല്ല, അരിപ്പായസം പായസത്തോടുകൂടിയുള്ള സദ്യയാണ് എത്തിയിരിക്കുന്നത്. കഴിക്കാൻ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഇതിൻ്റെ ഭാരവാഹികൾ നൽകിയിട്ടുണ്ട്. പായസത്തോടുകൂടിയുള്ള നാടൻ സദ്യയാണ്. ഇതിന് വിഭവങ്ങളെല്ലാം തന്നെ സമീപപ്രദേശത്തെ കാർഷിക മേഖലയിൽ നേരിട്ട് ഉപയോഗിച്ച്. ടീച്ചറെ, ആഹാരത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? നാടൻ സദ്യ നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിലെ കാർഷിക മേഖലയിൽ നിന്ന് നേരിട്ട് പോയി ശേഖരിച്ചുകൊണ്ടുവന്ന നല്ല ഇനം, മായം ചേർക്കാത്ത നല്ല ഇനം പച്ചക്കറികളാൽ ഉണ്ടാക്കിയ നാടൻ സദ്യ കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടുന്നു. ടീച്ചറിന് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. പായസത്തോടുകൂടിയ നാടൻ സദ്യയാണ് നമ്മുടെ ഈ ഉപജില്ലാ കലോത്സവത്തിൻ്റെ ഭാഗമായി ഇവിടെ വിതരണം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഏറെ കഠിനമായ പ്രയത്നമാണ് ഇത്രയും കുട്ടികൾക്കുള്ള ഭക്ഷണം ഒരുക്കുക എന്നുള്ളത്. അത് വളരെ ഭംഗിയായി തന്നെ ഈ സംഘാടകർ അത് ഒരുക്കിയിട്ടുണ്ട്. സദ്യ കൊള്ളാം. രുചിയുണ്ടോ? പായസമൊക്കെ കുടിച്ചോ? പരിപാടിയിൽ വല്ലതും ഉണ്ടോ? അതോ സദ്യ മാത്രമേ ഉള്ളൂ? നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട് പായസത്തോടു കൂടിയ സദ്യയാണ് ഇവിടെ ഭാരവാഹികൾ ഇതിനുവേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇരിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ ഭാരവാഹികൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഓക്കെ വെരി ഗുഡ്. നല്ല ഭക്ഷണം ഇത് കേട്ടോ. ഭക്ഷണത്തെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം? വളരെ നല്ല ഭക്ഷണമാണ്. സ്കൂളിലെ അധ്യാപനം കൂടിയാണ്, അവിടുത്തെ ഹെഡ് മാസ്റ്ററും കൂടെയാണ്. ഇത്രയും കുട്ടികളുടെ ഒരു പിന്നെ വലിയൊരു സംരംഭം പോലെ നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. എല്ലാം അധികം നാട്ടുവിഭവങ്ങളാണ് കൊടുക്കുന്നത്. നല്ല നിലയിലാണ് ഇതിൻ്റെ ചെയർമാൻ്റെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഹെഡ് മാസ്റ്ററാണ് ലത ടീച്ചർ, ശ്രീജിത്ത്, എല്ലാവരും നല്ലോണം ചെയ്യുന്നുണ്ട്. വളരെ ഹൃദ്യമായിട്ടുണ്ട്. പിന്നെ വളരെ തൃപ്തിയോടുകൂടി എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. വളരെ സന്തോഷം. പട്ടാഴി LP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കൂടിയായ സാറാണ് ഇപ്പോൾ അഭിപ്രായം പറഞ്ഞത്. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. വളരെ നല്ല ആഹാരമാണ്. മക്കളെ എങ്ങനെയുണ്ട്? ആഹാരമൊക്കെ എങ്ങനെയുണ്ട്? പായസമൊക്കെ? പായസം മാത്രമേ രുചിയുള്ളൂ, വേറെ ഒന്നും മാങ്ങാച്ചാറാക്കായിരുന്നു. മാങ്ങാച്ചാർ മോശമാണ്. ഇന്നലെ മാങ്ങാച്ചാറല്ലായിരുന്നു. നാളെ വേറെ വെറൈറ്റി വരുന്നുണ്ട്. ഓരോ ദിവസം ഓരോ വെറൈറ്റി വരുന്നു. നാളെ മാങ്ങാച്ചാറാക്കാൻ കുഞ്ഞുങ്ങളെല്ലാം ഏറെ രുചികരമാണ്. എങ്ങനെയുണ്ട്? ആരൊക്കെ എങ്ങനെയുണ്ട് മോളെ?
കൊള്ളായിരുന്നു. പായസമൊക്കെ എടുത്തോ? നല്ല പായസമായിരുന്നു. പായസം ആദ്യമേ കഴിച്ചോ? അല്ല എനിക്ക് പായസം ഇഷ്ടമല്ല. ഇഷ്ടമാണ്. അപ്പോൾ നാളെ വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? പായസത്തിന് വേണം. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വളരെ നാടിൻ്റെ നാനാഭാഗത്ത് നിന്ന് എത്തിയ കുട്ടികളെല്ലാം വളരെ രുചികരമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ടീച്ചർ എങ്ങനെയുണ്ട്? ഭക്ഷണം എങ്ങനെയുണ്ട്? ഫുഡ് നല്ല ഫുഡല്ലേ? നല്ല ഫുഡാണ്. നല്ല അറേഞ്ച്മെന്റ്. പിന്നെ ഇതിൽ കൂടുതൽ നല്ല ഫുഡൊക്കെ നമ്മൾ എങ്ങനെയാ കൊടുക്കുക? എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഈ ചൂട് സമയത്ത് പോലും അതിന് അധികാരികളെല്ലാം കാറ്റുണ്ട്. അതെ, ചൂടെടുക്കാതിരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളാണ് ഇത് ആഹാരത്തെക്കുറിച്ചെല്ലാം. എങ്ങനെയുണ്ട് മോനെ? സൂപ്പറാണ്. അടിപൊളി. ഞാൻ പായസം എങ്ങനെയുണ്ട്? ഇതിനൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ആഹാരമാണ്. ഒരു സംഘാടക. മോളെ എങ്ങനെയുണ്ട്? നല്ലതായിരുന്നോ ആരോഗ്യം? മോള് പരിപാടിക്ക് വല്ലതും ഉണ്ടോ? കഴിക്കാൻ അത് കഴിഞ്ഞോ? എന്നാണ് അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വളരെ സന്തോഷത്തോടുണ്ട്. എന്തോ ചാനൽ 5 ആനുണ്ട് പോകണം. നാട്ടുവാർത്ത ഗ്രൂപ്പുണ്ട്. എല്ലാത്തിലും ഉണ്ട്. മീഡിയ വിഷ്ണു എല്ലാത്തിലും നാട്ടുവാർത്ത ഗ്രൂപ്പ് കഴിച്ചു. മോളെ നടപടി കഴിഞ്ഞോ? എത്ര ആണ് ചെസ്റ്റ് നമ്പർ? ഞാൻ എങ്ങനെയുണ്ട്? അപ്പോൾ ആഹാരമൊക്കെ എങ്ങനെയുണ്ട്? നല്ല രുചികരമായ ആഹാരമല്ലേ? പായസം കുടിച്ചു തുടങ്ങി. എല്ലാം വളരെ സന്തോഷത്തിലാണ് കുട്ടികൾക്കുള്ള ആഹാരങ്ങൾ. കഴിച്ചോ? പായസം കുടിച്ചോ? പായസവും തോരനും അവിയലൊക്കെ നല്ലതാണോ? ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടത്തോടുകൂടി അല്ലേ? കഷ്ടപ്പെടുന്ന അഹോരാത്രി കഷ്ടപ്പെടുന്ന പിള്ളേരെ നമ്മുടെ കേട്ടോ. ഒരു ഒന്നാളുടെ കൂടെ ഒന്നുകൂടെ ഇരുന്നോ? വേണം വേണം. നിങ്ങൾ എന്നെ കാണുന്നില്ലെന്ന് ഹലോ സാറേ, ഡ്യൂട്ടി ഉണ്ടോ? ഇന്ന് പരിപാടി കണ്ടില്ല. ഞാൻ കണ്ട അല്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ മുഷിഞ്ഞ ആയതുകൊണ്ടല്ല അതിനകത്ത് വരാൻ. അതാണ് കുട്ടികളുടെ നീണ്ട നിലയാണിപ്പോഴും കാണാം. നമുക്ക് ഏകദേശം 4000-4500ഓളം വിദ്യാർത്ഥികൾ പല ഭാഗത്തു നിന്ന് ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും എല്ലാവരും തന്നെ ഈ ഭക്ഷണശാലയിലുണ്ട്. അതെല്ലാവരും ഭക്ഷണ ക്രമീകരണമാണ് ഇന്ന് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്കെല്ലാം ഇന്ന് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും തന്നെ നമ്മുടെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. കഴിക്കാനുള്ള വെള്ളം എല്ലാം തന്നെ കഴിക്കുന്നവർക്ക് തന്നെ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഈ സംഘാടക സമിതി ഒരുക്കിയിട്ടുള്ള കാണാം. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം തന്നെ ഈ സംഘാടക സമിതി പ്രാവശ്യം ഒരുക്കിയിട്ടുണ്ട്. 4000ഓളം വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാണാം. നമുക്കൊന്ന് തുടങ്ങാം. അപ്പം ഇന്നത്തെ കാര്യങ്ങൾ ഇന്നത്തെ കൂട്ടല്ലല്ലോ ഇന്നത്തെ കൂട്ടമല്ല. ഇന്ന് നമ്മൾ ഐറ്റങ്ങളെല്ലാം ഒന്ന് മാറ്റി പിടിച്ച് ഇന്ന് 4 ഐറ്റങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. 4 കറികൾ അവർ കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നും ഒരു പായസം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇന്ന് നമ്മൾ തീരുമാനിച്ചേക്കുന്ന ആദ്യത്തെ 1 മണിക്കൂർ 12 മണി മുതൽ 1 മണി വരെ കൂപ്പൺ അടിസ്ഥാനത്തിൽ അതിനുശേഷം ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് വരുന്ന മുഴുവൻ കുട്ടികൾക്ക് നമ്മൾ വയറ് നിറച്ച ആഹാരം എന്ന രീതിയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാം ഇന്നത്തെ പോലെ തന്നെ എല്ലാം നമ്മൾ വിപണിയിൽ നിന്ന് കണ്ടിട്ടുള്ള നാടൻ പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാചകമാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏകദേശം 3000 അടുപ്പിച്ച് കുട്ടികൾക്കുള്ള 3000 കുട്ടികൾക്ക് അടുപ്പിച്ചുള്ള ഭക്ഷണമാണ് നമ്മൾ അറേഞ്ച് ചെയ്തത്. എല്ലാവർക്കും ഉള്ള ആഹാരമാണ് ഈ കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പോൾ ഒരു ചെറിയ പരാതി വന്നത് അവർക്ക് നാരങ്ങ അച്ചാർ അത്ര താല്പര്യമില്ലെന്നുള്ളത്. നാരങ്ങ അച്ചാർ നാളെ മാങ്ങയിലോട്ട് മാത്രം അത് നാളെ അത് വാങ്ങി. കാരണം ഇന്നലെ നമ്മൾ മാങ്ങ കൊടുത്തോണ്ടാണ് ഇന്ന് നാരങ്ങ ആക്കിയിട്ടുണ്ട്. അത് ഉറപ്പായിട്ട് നാളെ അത് റേറ്റ് പായസമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ ഇത്രയും കുട്ടികൾക്ക് ആഹാരം ഒരുമിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു എഫോർട്ടാണ്, വളരെ കഠിനമായ പരിശ്രമമാണ്. ഈ ഉപജില്ലാ കലോത്സവത്തിന്റെ ഏറ്റവും മുഖ്യമായ ഇനം തന്നെ ഇത്രയും നാടിന് നാനാഭാഗത്ത് വരുന്ന കുട്ടികൾക്ക്, അധ്യാപകർക്ക്, അനധ്യാപകർക്ക്, ഇതിന്റെ സംഘാടകർക്കെല്ലാമുള്ള ആഹാരം എന്നുള്ളതാണ്. അത് ഇവിടെ വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു. എല്ലാവർക്കും തന്നെ വളരെ നല്ല അഭിപ്രായമാണ്. വേണുചേട്ടാ, വേണുണ്ണ ഇന്നലത്തെ കൂട്ടല്ലല്ലോ ഇന്നലെ നമുക്ക് കുട്ടികൾ ഇന്നലത്തെ കൂട്ടല്ല, ഇന്ന് ഏകദേശം 14,000 വിദ്യാർത്ഥികൾ. ഇന്ന് തിരക്ക് കൂടുതലാണ്, മുഴുവൻ പേർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ 1 മണിക്കൂർ കൂപ്പണുള്ള കുട്ടികളെ മാത്രമേ വിടുന്നുള്ളൂ. കാരണം അവർക്ക് അത് കഴിഞ്ഞിട്ട് മത്സരങ്ങളിൽ പങ്കെടുത്ത് ക്ഷീണിച്ചവരുണ്ട്. അപ്പോൾ അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള കൂപ്പണില്ലാതെ തന്നെ കയറാം. അപ്പോൾ ആദ്യം ഒരു നിയന്ത്രണം അവർക്ക് ഇത് ഭക്ഷണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പായസമാണ്, കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല ഫുഡാണ്. നാരങ്ങ അച്ചാർ മാറ്റി ഒരു മാങ്ങ അച്ചാറാക്കണമെന്നൊരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഓരോ ദിവസം ഓരോ വെറൈറ്റിയാണ്. ഇന്ന് വെള്ളയച്ചാറായിരുന്നു, ഇന്നലെ മാങ്ങയായിരുന്നു, നാളെ നാരങ്ങയായിരിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്, ഓരോ ദിവസം ഓരോന്നാണ്. ഇത്രയും കുട്ടികൾക്കുള്ള ആഹാരം ഒരുക്കുക എന്നൊരു വലിയ കഠിന പ്രയത്നമാണ്. അതിന് സംഘാടക സമിതി വളരെ നല്ല രീതിയിൽ ഇത്രയും കുട്ടികൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും 3 കൗണ്ടറാണ്, 3 കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. ഒരുമിച്ച് 500 പേർക്ക് ഇരിക്കാം. മാത്രമല്ല ഇത്രയും കടും ചൂടിൽ പോലും ഫാനും അടിസ്ഥാന സൗകര്യങ്ങളും കുടിക്കാനുള്ള വെള്ളവും എല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട്. അത് തന്നെ വളരെ ഒരു പ്രയോജനമാണ്. നാടിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന ഈ കുട്ടികൾക്ക്, അധ്യാപകർക്ക്, അനധ്യാപികർക്ക്, അതിൻ്റെ സംഘാടകർക്ക് എല്ലാം വേണ്ടുന്ന മികച്ച പരിചരണമാണ് ഇതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട്. വളരെ നന്ദി വേടിച്ചേട്ടാ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത്. ചേട്ടാ എങ്ങനെയുണ്ട് ഇന്നലത്തെ കൂട്ടല്ലല്ലോ? ഇന്നലത്തേക്കാൾ കുറച്ചുകൂടി നമുക്ക് വിപുലമായ ഒരു സംവിധാനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളിന് വിഭിന്നമായിട്ടുള്ള ഒരു പ്രത്യേകത ഈ വർഷം വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം 1 കൗണ്ടറാണ് ഇതിനായിട്ട് സജ്ജീകരിച്ചതെങ്കിൽ ഇത്തവണ 3 കൗണ്ടറുകൾ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ക്യൂ നിൽക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥ ഉണ്ടാകുന്നില്ല. പിന്നെ നമ്മൾ ഈ കൂപ്പൺ സംവിധാനം ആദ്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് മത്സരത്തിനെത്തിയിരിക്കുന്ന കുട്ടികൾക്ക് ആദ്യം ഭക്ഷണം കിട്ടുന്നുണ്ട്, അതുപോലെ ഒഫീഷ്യൽസിന് കിട്ടുന്നുണ്ട്. ഒഫീഷ്യൽസിന് വേണ്ടി നമ്മൾ പ്രത്യേകം സംവിധാനമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ നമ്മുടെ ടെസ്റ്റായിരുന്നു. ശരിക്കും ഇന്നാണ് നമ്മൾ അതിൻ്റെ പൂർണ്ണമായ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇന്ന് വളരെ ഗംഭീരമായി പോകുന്നുണ്ട്. ഭക്ഷണത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണുള്ളത്. പിന്നെ അതെ നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരുടെയും സഹകരണം ഇതിന് വളരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നാളെയും മറ്റന്നാളും കൂടി വളരെ ഗംഭീരമായിട്ട് കുളക്കട സബ് ജില്ലയിൽ കലോത്സവത്തിനെത്തുന്ന എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സംവിധാനം, ആരോഗ്യകരമായ ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇത് ഭംഗിയായി പോകുന്നുണ്ട്. സന്തോഷം. നാളെയും കൂടുതൽ നല്ല രീതിയിൽ അതെ നമ്മുടെ വളരെ 40 വർഷമായിട്ട് പാചക മേഖലയിൽ നിൽക്കുന്ന ചേട്ടനാണ്, പ്രവൃത്തി പരിചയമുള്ള ആൾക്കാരാണ് പാചകം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗുണം. അതുപോലെ തന്നെ നമ്മൾ നാടൻ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ നമ്മൾ പൊടിച്ച് മില്ലിൽ നിന്നാണ് വാങ്ങുന്നത്. തനിനാടൻ വിപണിയിൽ നിന്നുള്ള സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നാടൻ കർഷകരിൽ നിന്ന്. അങ്ങനെ ഒരു കാര്യം കൂടി കലോത്സവത്തിനുണ്ട്. കാരണം പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ നമ്മൾ വളരെ എല്ലാം ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറയാം. ഇപ്പോൾ ക്യാരറ്റ് നമുക്കിവിടെ കിട്ടാനില്ല. അങ്ങനെ ചില സാധനങ്ങൾ മാത്രമാണ് നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്നത്. ബാക്കി മുഴുവൻ വിപണി പോലെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് നേരിട്ട് കളക്ട് ചെയ്യാനാണ് കൊണ്ടിട്ടേക്കുന്നത്. കാണാം, അങ്ങോട്ട് നോക്കിയാൽ അറിയാം. ആ മത്തങ്ങയൊക്കെ ആ പച്ചപ്പ് അതുപോലെ നിൽക്കുന്ന മത്തങ്ങയാണുള്ളത്. അപ്പോൾ വളരെ ആരോഗ്യകരമായ ഭക്ഷണം തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തന്നെ നമ്മുടെ കാർഷിക മേഖലയിൽ നേരിട്ട് സംഭരിച്ചു കൊണ്ടുവരുന്ന കാർഷിക ഇനങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാം. ഒരു പരാതിക്കും ഇടവരാത്തവണ്ണം നല്ല നാടൻ വിപണികളിൽ നിന്ന് തന്നെ നേരിട്ട് കളക്ട് ചെയ്തുകൊണ്ടുവരുന്ന സാധനങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ ലക്ഷ്യമാക്കി മാത്രമാണ് നല്ല നാടൻ ആഹാരങ്ങളെല്ലാം തന്നെ. എന്തുകൊണ്ട് ചേട്ടാ ഇന്നത്തെ കഴിഞ്ഞോ? ഇനിയിപ്പോൾ നാളത്തേക്കുള്ള ഒരുക്കങ്ങളായിരുന്നു. അപ്പോൾ ഇവരാണ് നമ്മുടെ പാചകത്തിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർ. കുട്ടികളോടെല്ലാം ചോദിച്ചു. വളരെ രുചികരമായ ഭക്ഷണമാണെന്നാണ് 2 ദിവസമായിട്ട് അവരുടെ അഭിപ്രായം. പ്രത്യേകിച്ച് പായസങ്ങൾ, കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ രുചികരമായ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. നിങ്ങളോട് പ്രത്യേകമുള്ള അഭിനന്ദനങ്ങളും നിങ്ങളെ അറിയിക്കുന്നു.
കുഞ്ഞുങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണ്. ഇതാണ് നമ്മുടെ പാചകപ്പുര. ഇന്നത്തെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. ഇത് നാളത്തേക്ക് ഒരുക്കങ്ങൾ